എണീറ്റില്ലേ? വിളിക്കണോ? അല്ലേ വേണ്ട, കുറച്ചേരം കൂടി ഉറങ്ങട്ടെ. നല്ല ക്ഷീണം കാണും. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுவதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லையே இன்றேனும் எதுவும் தோன்றவில்லை இது എനിക്ക് പനിയെല്ലാം പിടിച്ചു കാണുമോ? ചൂടൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ പനിയല്ലോ എനിക്ക്. ഇല്ല. ഉറങ്ങട്ടെ. കുറച്ച് കഴിയുമ്പോ താനെ എണീറ്റ് വന്നോളൂ. ഞാനിന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയ. ഇത് എന്റെ റൂമല്ലല്ലോ. എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. എന്തായി? കിക്കൊക്കെ മാറിയോ? നല്ല അടിച്ച് കയറ്റിയല്ലേ? ബോസ് എന്താ ഇവിടെ? ഇത് എവിടെയാ? പാനിക് ആവണ്ട. ഇത് എന്റെ റൂമാ. താൻ ഇന്നലെ ഇവിടെയാ കിടന്ന. വേഗം ഒന്ന് ജസ്റ്റ് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഹാളിലോട്ട് വാ. ഫുഡ് എടുത്ത് വെക്കാം. സാറിന്റെ റൂമോ? ഞാനെന്താ വല്ല ടൈം ട്രാവലിന് പെട്ടോ? നമ്മുടെ മാരേജ് ഇപ്പൊ കഴിഞ്ഞു. എത്ര കുട്ടികളുണ്ട്? എത്ര കുട്ടികളുണ്ട്? കുട്ടികളെ മാറാത്തവളാ കുട്ടികളെ പറ്റി സംസാരിക്കുന്ന. നീ വേഗം ഫ്രഷ് ആയിട്ട് ഹാളിലോട്ടേക്ക് വാ. ബാക്കി കാര്യങ്ങള് അവിടുന്ന് സംസാരിക്കാം. പോയോ? അപ്പോ കല്യാണമൊന്നും കഴിഞ്ഞില്ലേ? ഞാൻ വെറുതെ കുറെ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഞാനെന്താ ഇപ്പോ സാറിന്റെ കൂടെ ഈ റൂമില്? അവിടെ തന്നെ നിൽക്കാതെ വന്നിരിക്കേ. കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ നോക്ക്. ശരിയാ, കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പ് കാണും. കഴിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. സാറിന് അടിപൊളിയായിട്ട് കുക്കൊക്കെ ചെയ്യാൻ അറിയാലേ. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കുക്ക് ചെയ്ത് തരണേ. നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്ത് ചോദിക്കാൻ? സാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാർ ചോദിക്കേ. നിനക്ക് ഇന്നലെ നടന്നത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ എന്ത് നടന്നു? എനിക്കൊന്നും ഓർമ്മയില്ല. സാറ് പറഞ്ഞപ്പോ സാറിന്റെ റൂമിലാ ഞാൻ ഇന്നലെ കിടന്നു മനസ്സിലായി. ഇനി ഞാൻ സാറിന് വല്ലതും ചെയ്തോ? അപ്പൊന്നും
ചെയ്തില്ല അല്ലേ? ആ പിന്നെ ബോസേ, എനിക്ക് ഒന്നും ഓർമ്മയുണ്ട്. ഞാൻ ഇന്നലെ പാർട്ടിയിലായിരുന്നു. പാർട്ടിയിലല്ലേ ഞാൻ ഈ ഡ്രസ് ഇട്ടത്. അതിന് ശേഷം എന്താ നടന്ന? നീ എന്തിനാ എന്നോട് പാർട്ടിയിൽ അവിടെ വെച്ച് കള്ളം പറഞ്ഞ? കള്ളം പറഞ്ഞോ? ഞാനോ? ഞാൻ എന്ത് കള്ളം പറഞ്ഞു? നീയല്ലേ എന്നോട് കുടിക്കൂല, അതിന്റെ സ്മെല്ലടിക്കുമ്പോ തന്നെ തലവേദന എടുക്കുമെന്നൊക്കെ പറഞ്ഞത്. പിന്നെന്തിനാ നീ ഇന്നലെ അത്രയധികം കുടിച്ചത്? കുടിച്ചിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ആ കർത്താവേ, ഞാൻ കുടിച്ചോ? എപ്പോ? അതെങ്ങനെ എനിക്കറിയാനാ? നീ കുടിക്കുന്ന ടൈമിൽ എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ നീ എവിടുന്നാ കുടിച്ചാ? അയ്യോ ബോസേ, സത്യം, ബോസിന സത്യം, സത്യം ഞാൻ കുടിച്ചിട്ടില്ല. എന്റെ പ്രിയമ്മന് സത്യം, ഞാൻ കുടിച്ചിട്ടില്ല. ദേ സ്നേഹ, വെറുതെ കള്ളസത്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നീ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോലും കുടിച്ചിട്ടില്ല. പിന്നെ എന്നിട്ടാ നീ മൂക്കറ്റം കുടിച്ചിട്ട് വന്നേക്കുന്ന. ഞാൻ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബോസ് കുടിച്ചില്ല? നീ ടോപ്പിക്കിന്ന് മാറാതെ കാര്യം പറ. നീ കുടിക്കൂലെന്ന് കള്ളം പറഞ്ഞിട്ട് പിന്നെ നിന്നെ കുടിച്ചാ? അയ്യോ എന്റെ പൊന്ന് സാറേ, ഞാൻ കുടിച്ചിട്ടില്ല. എനിക്ക് പിന്നെ സാറ് പറ, സാറിന് ഇന്നലെ എന്നെ ബിയറിന്റെ സ്മെൽ അടിച്ചോ? അതില്ല, ബട്ട് നീ ഡ്രിങ്ക് അടിച്ച ആള് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്ന അതുപോലെയാ ഇന്നലെ ബിഹേവ് ചെയ്ത. അത് ഇന്നലെ പാർട്ടിയുടെ ഇടയില് എന്ത്? പാർട്ടിയുടെ ഇടയില് നീ കുടിച്ചു, അത്ര തന്നെ. ഓ ഒന്ന് മിണ്ടാതിരിക്കും ബോസേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് ശരി, അപ്പോ പെണ്ണുമ്മയുടെ ഉദ്ദേശം ഇതായിരുന്നല്ലേ? എന്തുപറ്റി? ആലോചിച്ചിട്ട് മാഡത്തിന് റീസൺ കിട്ടിയോ എന്തോ? ആ കിട്ടി ബോസേ. അത് പിന്നെ സ്റ്റെല്ല മാഡം എനിക്കൊരു ഡ്രിങ്ക് തന്നായിരുന്നു. അത് കുടിച്ചതിന് ശേഷം എന്റെ ബോധം പോയത്. അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. സ്റ്റെല്ലയോ? സ്റ്റെല്ല നിനക്ക് എന്ത് ഡ്രിങ്ക് ആരാനാ? അല്ലേലും അവള് ഡ്രിങ്ക് ചെയ്യുമ്പോ നീ എന്തിനാ അത് മേടിച്ച് കുടിക്കാൻ പോയത്? സ്റ്റെല്ല മാഡം എനിക്ക് ഡ്രിങ്ക് തരാനോ? അതിനിച്ചിരി പൊളിക്കും. പെണ്ണുപിള്ള എനിക്ക് ഡ്രിങ്ക് തരേണ്ട കാര്യം എന്താ? അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്ന. അവളെന്തിനാ നിനക്ക് ഡ്രിങ്ക് തരേണ്ട ആവശ്യം? അല്ല, ബട്ട് പെണ്ണുപിള്ളത് എനിക്ക് കൊണ്ടുവന്ന ഡ്രിങ്ക് അല്ലായിരുന്നു. സ്നേഹ, മര്യാദക്ക് കാര്യം എന്താ വെച്ചാ തെളിയിച്ച് പറ. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. അത് പിന്നെ സ്റ്റെല്ല മാഡം അത് സാറിന് കൊണ്ടുവന്ന ഡ്രിങ്ക് ആയിരുന്നു. അപ്പോ സാറെങ്ങനെ സ്റ്റെല്ല മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഡ്രിങ്ക് മേടിച്ച് കുടിക്കണ്ടെന്ന് വിചാരിച്ച് അത് വാങ്ങിച്ച് ഞാൻ കുടിച്ചതാ. ബെസ്റ്റ്. അല്ല, സ്റ്റെല്ല എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ഡ്രിങ്ക് തരേണ്ട ആവശ്യം? അവിടെയാണ് സാറിന് തെറ്റുപറ്റിയത്. ആ പെണ്ണുമ്പളുടെ കുരുട്ട് ബുദ്ധി അത്. സാറിന് കൊണ്ടുവന്ന ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞാൽ അത് ഞാൻ വാങ്ങിച്ച് കുടിക്കുമല്ലോ. അതിനുള്ള കുരുട്ട് ബുദ്ധി അത്. നീ ഇത് എന്തൊക്കെയാ പറയുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ബോസേ, मेरा नाम इश्क तेरा नाम इश्क मेरा नाम इश्क तेरा नाम इश्क मेरा नाम तेरा नाम मेरा नाम इश्क ये നീ എന്തിനാ ഞാൻ അടുത്തോട്ട് വരുന്ന? കുറച്ച് മാറി നിന്ന് സംസാരിക്കേ. ഓക്കെ ഓക്കെ. അതായത് ബോസേ, സ്റ്റെല്ല മാഡം എന്റെ മുമ്പിലൂടെ ആ ഡ്രിങ്ക് എടുത്ത് നടക്കുക. എന്നിട്ട് പറയാ, ഇത് ഡാനിക്കുള്ള സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്, ഇത് വേറെ ആരും കുടിക്കാൻ പാടില്ല, ഞാൻ എന്റെ ഡാനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കിച്ചിരി പൊസസീവായി. അതുകൊണ്ട് ഞാൻ ആ ഡ്രിങ്ക് മേടിച്ച് കുടിച്ചു. സാറെന്തിനാ ചിരിക്കുന്ന? അല്ല, ഒന്നുമില്ല. നിന്റെ കാര്യം ആലോചിച്ച് ചിരി വന്നതാ. നീ ചോദിച്ച കുയില് നീ തന്നെ വീണല്ലോ. റിയലി? ബട്ട് എനിക്ക് സ്റ്റെല്ല മാഡത്തിനോട് നല്ലൊരു താങ്ക്സ് പറയാനാ തോന്നുന്ന.
മാഡത്തിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം. അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ സാറിന്റെ കൂടെ വൺ ഡേ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. സ്നേഹ, നീ വിചാരിക്കുന്ന പോലെ ഇത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. ഇത് നീ വിചാരിക്കുന്ന പോലെ കുട്ടിക്കളിയല്ല. ഇങ്ങനെ എന്റെ കൂടെ നീ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് പുറത്തു വല്ലതും അറിയാനുള്ള അവസ്ഥ നിനക്ക് അറിയാലോ. ആ, അതിപ്പോ ആരറിയണ ബോസേ? ഇതിപ്പോ എനിക്ക് പോലും അറിയില്ല ഇന്നലെ എന്തൊക്കെയാ നടന്നേന്ന്. നിങ്ങളുടെ റൂമിലാണ് ഞാൻ കടന്നെന്ന് മനസ്സിലായി. ഇനിയിപ്പോ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ഞാൻ കിടന്നതെന്നോ നിങ്ങൾ എന്നെ വല്ലോ? ആ, ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. നീ എന്നെ ഇങ്ങോട്ട് എന്തേലും ചെയ്യുമെന്നായിരുന്നു എന്റെ പേടി. അയ്യേ, മോശം മോശം. അതൊക്കെ ഇപ്പോഴെന്തിനാ ആലോചിക്കുന്ന സാറേ? അത് നമുക്ക് കല്യാണം കഴിച്ചതിന് ശേഷം ആലോചിക്കാം. ആ, എനിക്ക് ടൈമായി, കമ്പനി പോണം. നീ വരുന്നില്ലേ? ആ, ഞാനെവിടേക്ക് വരാനോ? ഈ വേഷത്തിന് ഞാനിപ്പോ എങ്ങനെ കമ്പനിയിലേക്ക് വരും? ഇന്നൊരു ദിവസം എനിക്ക് ലീവ് താ സാറേ. ഞാൻ പോയി വീട്ടിൽ പോയി നിന്നോളാം. സാറെന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി. ലീവ് വരാനോ? നിനക്കിങ്ങനെ തോന്നുന്ന പോലെ ലീവ് വന്നാ എങ്ങനെ ശരിയാവും? നീ ആദ്യം പോയിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വാ. ആ, ഫേസ് വാഷ് ചെയ്തിട്ട് എന്താ സാറേ കാര്യം? ഈ പാർട്ടി വിയൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാ കമ്പനിയിലേക്ക് വരുന്ന? കമ്പനിയിൽ എന്താ വല്ല പാർട്ടി നടക്കുന്നുണ്ടോ? നീ നേരെ കമ്പനിയിലേക്ക് വരണ്ട. ഞാൻ നിന്നെ നിന്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ അന്നയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പേക്കും നിനക്ക് ഫ്രഷ് ആവാലോ. അതെന്തിനാ സാറേ ഇത്ര റിസ്ക് എടുക്കുന്ന? ഒരു ദിവസം അങ്ങ് ലീവ് വന്നാ പോരെ? അതൊന്നും ശരിയാവില്ല. നീ ലീവായാ എങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാത്തെ? ഓ, ബോസിനെ മിസ് ചെയ്യല്ലേ? സോറി സോറി, ഞാനത് ഓർത്തില്ല. മിസ് ചെയ്യാനോ? നീ ഒരു ദിവസം ലീവായാ എനിക്കെന്താ പ്രശ്നം? ബട്ട് അത് കമ്പനി അഫക്റ്റ് ചെയ്യും. നിനക്ക് അവിടെ കുറെ വർക്ക് ഉണ്ട്, അറിയാലോ. നമ്മുടെ കോൺട്രാക്റ്റിന്റെ കാര്യം അത് സക്സസ് ആവാനുള്ളതാ. അതുകൊണ്ട് ആരും അങ്ങനെ ലീവായാ ശരിയാവില്ല. അതൊക്കെ ഓക്കെ. എന്നാലും ബോസിനെ ചെറുതായിട്ട് മിസ് ചെയ്യില്ലേ? ചെറുതായിട്ട്. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை. സ്നേഹ, നീ സംസാരിച്ചിരുന്ന ടൈം കളയാതെ വേഗം പോയി ഒന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വാ. ടൈം ആവാറായി. ഓ ശരി, ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. സ്നേഹം മിസ് ചെയ്യാൻ തുടങ്ങിയല്ലോ. ഇപ്പൊ തന്നെ എനിക്ക് ആരില്ലാത്ത പോലെ തോന്നുക. സ്നേഹത് ഇനി എപ്പോ വരുമോ എന്തോ. ടൈം ആവാറായല്ലോ. ഇവളിത് ഫേസ് വാഷ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ഇനിയിപ്പോ ഫ്രഷ് ആവാൻ പോയതാണോ? നീ ഇത് ഇവിടെ എന്തെടുക്കോ? ആ ബോസെ, ഞാൻ ഈ ഫ്രെയിം നോക്കുമായിരുന്നു. ഇത് ബോസിന്റെ അമ്മയാണോ? ആ അതെ. ആഹാ, റിയലി? ബട്ട് കണ്ടോ പറയില്ല, ബോസിന്റെ ചേച്ചിയാണെന്ന് തോന്നുന്നു. നല്ല സുന്ദരിയായിട്ടുണ്ട്, എന്റെ പ്രിയമ്മനെ പോലെ തന്നെ. ഇത് തന്നെയാ എല്ലാരും പറയുന്ന. ഞാനും അമ്മയും ഒരുമിച്ച് നടന്ന എല്ലാരും ചോദിക്കും ഇത് നിന്റെ ചേച്ചിയാണോന്ന്. അതിന്റെ അഹങ്കാരം അമ്മക്ക് നല്ലപോലെ ഉണ്ട്. ആണോ? കുറച്ചൊന്ന് അഹങ്കരിക്കട്ടേന്ന്. എന്റെ അമ്മയും ഇതുപോലെ തന്നെയാ. ഞാനും അമ്മയും ഒരുമിച്ച് നടക്കുമ്പോ എല്ലാരും എന്നോടും ചോദിക്കും ഇത് ചേച്ചിയാണോ, എന്തിന് അനിയത്തിയാണോന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. ആഹാ, അത്രക്ക് ഭംഗിയാണോ അമ്മയെ കാണാൻ? പിന്നല്ലാതെ സാറിന്റെ അമ്മയെ പോലെ തന്നെ നല്ല സുന്ദരിയാ എന്റെ പ്രിയമ്മ. ഞാൻ കാണിച്ചു തരാം. എന്റെ ഫോൺ എവിടെ? കണ്ടില്ലേ? ആഹാ, നല്ല സുന്ദരിയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉണ്ട് കാണാൻ. അതിനർത്ഥം സാറിനെ ഇൻഡയറക്റ്റ് ആയിട്ട് സുന്ദരിന്ന് വിളിച്ചതല്ലേ? ആ, ഞാനിപ്പോ വിളിച്ച് ഞാൻ തന്റെ അമ്മ സുന്ദരിയാന്നാ പറഞ്ഞേ. അയ്യടാ, കിടന്ന് ഊരലണ്ട സാറേ. സാറല്ലേ ഇപ്പൊ പറഞ്ഞ തന്റെ അമ്മ നല്ല സുന്ദരിയാണല്ലോ.
നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉണ്ട് കാണാനെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്തർത്ഥം? ഞാനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം വിചാരിച്ച് പറഞ്ഞതൊന്നുമല്ല. കാര്യം പറഞ്ഞതാ, നിങ്ങളെ രണ്ടുപേരും ഒരുപോലെ ഉണ്ടെന്ന്. ഓ മതി മതി, ഞാൻ നിങ്ങളോട് തർക്കിക്കാനില്ല. നിങ്ങൾ ഈ വാ കൊണ്ട് നിങ്ങൾ ഒരു ദിവസം പറയും നീ നല്ല സുന്ദരിയാണെന്ന്. കണ്ടോ, ഈ സ്നേഹം അത് പറയിപ്പിച്ചിരിക്കും. പിന്നെ നീ എന്നെ വല്ല കിഡ്നാപ്പ് ചെയ്തിട്ട് പറയിപ്പിച്ചാലായി, അല്ലാതെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ പറയും ബോസേ, നിങ്ങൾ ഒരു ദിവസം പറയും നീ നല്ല സുന്ദരി കൊച്ചാണെന്ന്. കണ്ടോ? അത് നമുക്ക് അപ്പൊ നോക്കാം. നീ വാ, ടൈം കുറയായി. നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് കമ്പനിയിലേക്ക് പോവാൻ. ആ വാ പോവാ. ബോസേ, ഇതെന്താ ഇതെന്തിങ്ങനെ പുറകിലോട്ട് പോകുന്നത്? ആ എന്തുപറ്റി? ഒരു മിനിറ്റ് അടങ്ങിയിരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. സോറി, ഇപ്പോ ഓക്കെ അല്ലേ? ആ താങ്ക് യു സർ. അതാരാ? സ്നേഹായിരിക്കും. എന്നാ പിന്നെ ശരി. ഇപ്പൊ ടൈം 8 മണിയല്ലേ? ഒരു 9:30-10 മണിക്കുള്ളിൽ ഓഫീസിലെത്തിയേക്കണം. ആ ഓക്കെ ബോസേ, എന്തായാലും 9:30 എത്താം. ബൈ. ബൈ. സ്നേഹാണല്ലോ. ഇതാരിപ്പോ കാറില്ല? അത് സ്നേഹല്ലേ? ഇതാണ് ഇനി അവളുടെ ബോസിന്റെ കാറ്. സ്റ്റെല്ല, സ്റ്റെല്ല. ആ എന്തുവാ? ഒന്നിങ്ങോട്ട് വന്നേ, വേഗം വാ. എന്താ ബോസേ? ബോസ് പോകുന്നില്ലേ? എന്തുപറ്റി? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലേ? അല്ല, നീ എന്തേലും മറന്നോ? എന്തോ മിസ്സായ പോലെ. എന്ത് മറക്കാൻ? ഞാൻ എന്തേലും കൊണ്ടുവന്നായിരുന്നോ? ആ ഒന്ന് മറന്നു. എന്ത്? താങ്ക്സ് വരൻ. സാറില് എന്നെ ഹെൽപ്പ് ചെയ്തത്, പിന്നെ ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്തു. സോ താങ്ക് യു സോ മച്ച്. വെൽക്കം. പിന്നെ നിന്റെ ഫോൺ എടുത്തായിരുന്നോ? ഞാൻ വിളിച്ച കൂവില്ല. ഞാൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്താ ഇത്രയ്ക്ക് അത്യാവശ്യം? എല്ലാ പ്ലാനും കൊളാക്കിയിട്ട് ആളുടെ ഒരു റെഡി ആവല്. ദേ നോക്ക്, അത് നിന്റെ ഡാനിയുടെ കാറാണോ? What? Yes, അത് ഡാനിയുടെ കാർ തന്നെയാ. അപ്പൊ ശരി സാറേ, എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഒന്നും മറന്നിട്ടില്ല. എന്നാ പിന്നെ കമ്പനിയിൽ വെച്ച് കാണാം. ബൈ. ശരി. നിക്ക്. പിന്നെ ഒരു കാര്യം മറന്നു. ലവ് യു. ബൈ. അന്നമ്മ, ഞാനെത്തി. മിസ് യു സോ മച്ച്. എന്തുകൊണ്ട് ഞാനൊരു ദിവസം മാറി നിൽക്കുമ്പോഴേക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനെ എന്നെ മിസ് ചെയ്തോ? പൊടി, നീ എന്താ പണി കാണിച്ച? കുടിച്ചിട്ട് ഡാഡി സാറിന് പണി വാങ്ങിച്ചു കൊടുത്തല്ലേ? എന്ത് പണി വാങ്ങിച്ചു കൊടുക്കാൻ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. നിന്നോട് ആര് പറഞ്ഞു ഞാൻ കുടിച്ചെന്ന്? പിന്നെ കുടിച്ചിട്ടില്ല. പിന്നെ ഡാഡി സാറ് കള്ളം പറയുവാണല്ലോ. അതൊക്കെ വലിയ കഥയാ. ഫോളോ മീ, പറഞ്ഞുതരാം. വാ. എന്തോ ഇത്ര വലിയ കഥ ഇരിക്കുന്നത്? നീ കുടിച്ചതാണോ ഇത്ര വലിയ കഥ? ഡി പിശാശി, നീ വാ മൂടി വെച്ചോ.
ഇനിയെങ്ങാനും ഞാൻ കുടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ മൂക്കാപ്പണ്ടം ഇടിച്ച് പൊട്ടിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി. ലിവിങ് ടുഗദർ ആണെന്നാ തോന്നുന്ന. വാട്ട്? ലിവിങ് ടുഗദറോ? നീ ഇത് എന്തൊക്കെ പറയുന്ന? ഡാനി നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. എന്നിട്ടാണല്ലോ രണ്ടുപേരിപ്പോ ഒരുമിച്ച് വന്നത്. ഇന്നലെ രാത്രി അപ്പൊ അവള് എവിടെയായിരുന്നു? അത് അവളെ ഡാനി സേഫ് ആയിട്ട് എവിടെയെങ്കിലും നിർത്തി കാണും. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. കർത്താവേ, അങ്ങനെയൊന്നും ആവാതിരുന്ന മതിയായിരുന്നു. എന്താടി ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും നിനക്കൊരു എക്സ്പ്രഷനും ഇല്ലാത്ത? അത് ഞാനെന്താ ആലോചിച്ച്, ചെല ഇങ്ങനൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് വിചാരിച്ചെന്ന്? നിനക്ക് എന്ത് പറ്റി? ഞാൻ പറയുമ്പോ നിന്റെ കോൺസെൻട്രേഷൻ മൊത്തം വേറെ എവിടെയാണല്ലോ. നിനക്ക് എന്ത് പറ്റി? ഫേസ് ഒക്കെ ആകെ ഡള്ളായിരിക്കുന്നല്ലോ. ഒന്നുമില്ലടാ, അത് ഇന്നലെ നീ വരാതിരുന്നപ്പോ ഞാനാകെ ടെൻഷനായി. എന്തൊക്കെയോ ആകെ ഒറ്റപ്പെട്ട പോലെയായി, അല്ലാതെ വേറൊന്നുമില്ല. ഓ പിന്നെ ഒരു ദിവസം ഞാനില്ലാത്തപ്പോ നിനക്ക് ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യാണല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ഇത്രയും കാലം ഒറ്റക്കല്ലായി ജീവിച്ച, എന്നിട്ട് നിനക്ക് ഇതൊന്നും തോന്നിയില്ല? അത് നാട്ടിലല്ലേ, ഇവിടെ വന്നിട്ട് നീ ഇല്ലാതെ ഇതുവരെ നിന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്തോ ഒറ്റക്കായതുപോലെ തോന്നി. അന്ന, നീ എന്റെ അടുത്തുനിന്ന് കുറെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് അല്ലേ? സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? നീ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്, അത് നിന്റെ കണ്ണ് കണ്ടാ മനസ്സിലാവും. ഒന്നുമില്ലടാ, അതിപ്പോ പറഞ്ഞാ ശരിയാവില്ല. ഇപ്പൊ ടൈമില്ല, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ നിനക്ക് കോഫി ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ഫ്രീ ആവുമ്പോ റിലാക്സ് ആയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. നിനക്ക് എന്തുണ്ടേലും എന്നോട് പറയാലോ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഓരോന്നാലോചിച്ച് വെറുതെ ടെൻഷനായി കരയാൻ നിൽക്കുന്നതാ? നിന്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തിട്ടേ ഉള്ളൂ, ബാക്കി എന്തോ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ എനിക്ക് കോഫി വേണ്ട, ഞാൻ കുടിച്ചിട്ടാ വന്ന. ശരി. ഗുഡ് മോർണിംഗ് സാർ. സോറി, ഗുഡ് മോർണിംഗ് ബ്രദർ. അല്ല, ബ്രദർ എന്താ ഇങ്ങനെ ഇവിടെ പുറത്ത് നിൽക്കുന്ന? ആരെങ്കിലും വെയിറ്റ് ചെയ്യുവാണോ? ഏയ് അല്ലടോ, ഞാൻ ചുമ്മാ വെറുതെ ഇവിടെ നിൽക്കുമായിരുന്നു. അല്ല, അന്ന വന്നില്ലേ? അന്ന വരുന്നുണ്ട്, അവള് വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാ, ഇപ്പൊ വരും. ആ, പിന്നെ താന് ഓക്കെ അല്ലേ? ഇന്നലത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പൊ താൻ ഓക്കെ ആണല്ലോ അല്ലേ? ഏയ്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ബ്രദറെ. ബട്ട് ഞാൻ എന്തൊക്കെയാണോ എന്തോ കാണിച്ചു കൂട്ടിയ. എനിക്ക് അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല. ഞാനിച്ചിരി ഓവറായോ? ഓവറായെന്ന് ചോദിച്ചാ ഇച്ചിരി. ഇച്ചിരി ഒന്ന് ഓവറായാലല്ലേ എല്ലാരും ശ്രദ്ധിക്കൂ. பாதி ஜீவன் கொண்டு தேகம் வாழ்ந்து வந்ததோ, നീതി ജീവൻ എന്നെ. എന്നാ പിന്നെ ശരി ബ്രദറെ, ഞാൻ എന്റെ ബോസിന്റെ അടുത്തോട്ട് ചെല്ലട്ടെ. എന്നാ പിന്നെ ശരി, ബൈ. വിഷ് കിട്ടിയില്ല. സോറി സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താൻ ഓക്കെ അല്ലേ? യെസ് സാർ, ഐ ആം ഓക്കെ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഏയ്, വേറെ പ്രശ്നമൊന്നുമില്ല സാർ, ഐ ആം ടോട്ടലി ഫൈൻ. തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ? മനസ്സിലുള്ളത് ആരുടെങ്കിലും തുറന്നു പറഞ്ഞാൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. തന്തയില്ല തള്ളയില്ല, എന്നിട്ട് ഇവനെയും കൂടി വശീകരിക്കാൻ നടക്കുക, നാളില്ലാത്തവള്. சுமை தாங்கும் எந்தன் கண்மணி അരെ അന്നമ്മോയ്. അയ്യോ സോറി സാർ, സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, എന്തെങ്കിലും കറങ്ങി നടക്കുന്ന വേറെ വർക്കൊന്നുമില്ലേ?
അല്ല സാർ, അത് അന്നയുടെ കയ്യിലാ നമ്മുടെ ഡിസൈനിന്റെ കോപ്പി ഉള്ളത്. അത് സെൻഡ് ചെയ്യാൻ വേണ്ടി അവളെ വിളിക്കാൻ വന്നതാ. ആ ആടാ, ഞാനത് ഇപ്പൊ സെൻഡ് ചെയ്യാം. എന്നാ പിന്നെ ശരി സാറേ, ഞാനത് ചെയ്ത് നോക്കിട്ട് വരാം. ഓക്കെ. മേ കം സർ? യെസ്, കമ്മിൻ. ആ എത്തിയോ? ഓ, ഇതിവിടെ ഇപ്പുണ്ടായിരുന്നോ? ഡാനി കണ്ടില്ലേ, ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഇതാണോ കമ്പനിയിലേക്ക് വരേണ്ട ടൈം? എന്താണെന്ന് അറിയില്ല മാഡം, ഇന്നലെ തൊട്ട് ഭയങ്കര ക്ഷീണം. അല്ലേ ബോസേ? എന്ത് ക്ഷീണം? അത് ബോസിന് അറിയില്ലേ? ഓ, ബോസിന് വലിയ ക്ഷീണമൊന്നും കാണില്ല, ബട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഡാനി, നീ എന്താ ഇവർക്ക് പണിഷ്മെന്റ് ഒന്നും കൊടുക്കാത്ത? പണിഷ്മെന്റോ? എന്തിന്? ലേറ്റ് ആയിട്ട് വന്നതിന് ഇപ്പൊ ടൈം 9:30 ഓ, അതാണോ? അത് ഞാൻ അവളോട് ലേറ്റ് ആയിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ. അതിന് മാഡം ഞാൻ പറഞ്ഞ ക്ഷീണമാണ് മാഡം, ക്ഷീണം. അതുകൊണ്ട് ബോസിനോട് പറഞ്ഞു റെസ്റ്റ് എടുത്തിട്ട് പതിയെ വന്നാൽ മതിയെന്ന്. അല്ലേ ബോസേ? സ്റ്റെല്ല, എന്നാ പിന്നെ നീ ചെല്ല്. നിങ്ങളെ രണ്ടുപേരും ഇവിടെ ഒരുമിച്ച് നിന്നാ ശരിയാവൂല. കണ്ടില്ലേ മാഡം, ബോസിന് ഞാനും ബോസും മാത്രം ഒരുമിച്ച് നിൽക്കുന്നത് ഇഷ്ടം. മാഡം ഡിസ്റ്റർബ് ചെയ്യാതെ പോയി. സ്നേഹ, ദേ നീ ഓവർ ആവുന്നുണ്ട്. ഏയ്, ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയതാ, ബട്ട് കൊണ്ടു. എന്നാ ശരി, ഞാൻ പോവാ. ബൈ. സ്റ്റെല്ല, നിക്ക്, പോവല്ലേ. ഇയാളെന്തോന്നിത് അന്യം കളിക്കുന്നു? ഇയാളല്ലേ ഇപ്പോ പെണ്ണുങ്ങളോട് പോവാൻ പറഞ്ഞത്? എന്താണ്? അല്ല, വേറൊന്നുമില്ല. മാർക്കറ്റിംഗ് ഡോക്യുമെന്റ്സ് തരാൻ വേണ്ടിയല്ലേ നീ വന്നത്? അതിവിടെ വെച്ചിട്ട് വെക്കോ. ഓ, അതാണോ? അത് പൊളിച്ചു. എന്താടി ചിരിക്കുന്ന? അല്ലേ, എനിക്ക് ചിരിക്കാൻ പാടില്ലേ? ഞാൻ വേണേ ഇനിയും ചിരിക്കും, കാണണോ? സ്നേഹ, മിണ്ടാതെ സോഫയിലിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോ. സ്റ്റെല്ല, നീയും ചെല്ല്. ഓക്കെ ഡാനി. ഓ, ഓക്കെ ഡാനി. എന്തൊരു അനുസരണം. സ്നേഹ, സ്റ്റെല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. സോ കുറച്ച് റെസ്പെക്ട് ഒക്കെ കൊടുക്കാം. ഓ, എന്നിട്ടാണല്ലോ എനിക്ക് മയക്കുമരുന്ന് കലക്കിയ ജ്യൂസ് തന്നത്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. ഓ, ബോസ് നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ആ പെണ്ണുപിള്ള ചെയ്ത കാര്യം കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായെങ്കിലും നല്ല പൂർവ്വ പരിപാടിയല്ലേ പെണ്ണുപിള്ള കാണിച്ചു വെച്ചത്. ഇതിപ്പോ മറ്റാരോടെങ്കിലും ആണെങ്കിലോ? നിനക്ക് എന്ത് ബെനിഫിറ്റ്? ഈ കാര്യം പുറത്തറിഞ്ഞാ നിനക്കറിയാലോ. ഈ കാര്യം കൊണ്ട് നിനക്കും ബെനിഫിറ്റ് ഇല്ല, വേറൊരാൾക്കും ബെനിഫിറ്റ് ഇല്ല. എന്തായാലും എനിക്ക് ഇച്ചിരി ബെനിഫിറ്റ് ഒക്കെ കിട്ടി. എന്ത് എന്ത് ബെനിഫിറ്റ്? ഒന്നല്ല ബോസേ, ചുമ്മാ പറഞ്ഞതാ. तेरे माथे पे बिंदिया, तेरी आंखों में काजल है, तमन्ना हमें तुम എന്നാ ശരി, ഞാൻ പോയി വർക്ക് ചെയ്യട്ടെ.